കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ മറ്റൊരു ദിനം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കും. മനോഹരമായ ദിവസത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഇമ്പമാർന്ന നാമത്തെ ഉയർത്തിക്കൊണ്ട് നമുക്ക് ഈ പ്രഭാതം ആരംഭിക്കാം. ആ നാമത്തെ ഏറ്റുപറയുകയും ആ നാമം ഉച്ചരിക്കുകയും ആ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നതൊക്കെയാണ് ഭൂമിയിലെ ഏറ്റവും ഭാഗ്യകരമായ പദവി എന്ന് പറയുന്നത്. അത് അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ആ നാമം സ്വന്തമാക്കിയവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ആ നാമത്തിൽ ആശ്രയിക്കുന്ന നാം ലജ്ജിച്ചു പോകാനിടയാകത്തില്ല. സ്തോത്രം. ആ നാമത്തിന്റെ മഹത്വം അത് അനുഭവിച്ചറിയുക തന്നെ വേണം. ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ ആ മഹത്വം അനുഭവിക്കുക തന്നെ ചെയ്യും. അവനെ രുചിച്ചറിയുന്നവരായി നാം മാറുവാനിടയായി തീരും. സ്തോത്രം. ഒരു കാര്യത്തിൽ ഉറപ്പാണ്, യേശുവെ സ്നേഹിച്ചവരുടെ ജീവിതം പാഴും ശൂന്യവുമായി പോകത്തില്ല. അത് നിറവാർന്ന ജീവന്റെ സമൃദ്ധിയിൽ നടക്കുന്ന ഒരു ജീവിതമായി മാറും. അത് ആരായിരുന്നാലും, സാധ്യതകൾ എത്ര അസ്തമിച്ചവരായിരുന്നാലും, പ്രതീക്ഷകളെല്ലാം കെട്ടുപോയവർക്കായിരിക്കും പുത്തൻ പ്രതീക്ഷയുടെ നാമ്പുകൾ മുളപ്പിച്ച് ധന്യമായൊരു ജീവിതത്തിന് ഉടമകളായി അവരെ മാറ്റുവാൻ ഈ ദിവ്യ സ്നേഹത്തിന് സാധിക്കും. യേശുവേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് വിളിക്കാം. എൻ്റെ കർത്താവേ എന്ന് നമുക്കൊന്ന് ഉറക്കം വിളിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ മനോഹരമായ നാമം ഇന്ന് പകൽ ഏറ്റുപറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു മുഖേന എല്ലായിടത്തും എനിക്ക് ജയം തരുന്ന പിതാവിനെ ഞാൻ സ്തോത്രം കരേറ്റിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ പകൽ നമുക്ക് ആരംഭിക്കാം. കർത്താവ് നമ്മളെവരെയും അനുഗ്രഹിക്കട്ടെ. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയാണ്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്കായി വിളിച്ചത്. ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്കായി വിളിച്ചത്. ഞാനും ഒരു സുവിശേഷം ഘോഷിക്കുന്നയാളാണ്. ഞാൻ പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ സത്യവചനത്തെ കേട്ട് രക്ഷയിലേക്ക് വന്ന അനേക സഹോദരങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞാൽ ഞാനും നിങ്ങളോട് പറയുകയാണ്. സ്വതം നമ്മുടെ ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ നിങ്ങളെ രക്ഷയ്ക്കായി വിളിച്ചത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ നിങ്ങളെ രക്ഷയ്ക്കായി വിളിച്ചത്. അപ്പം നമ്മളെ രക്ഷയ്ക്കായിട്ടാണ് സുവിശേഷ ഘോഷണത്തിലൂടെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ രക്ഷ എന്ന് പറയുമ്പോൾ താൽക്കാലികമായ ആൾക്കാരെല്ലാം പ്രത്യേകിച്ച് രോഗത്തിൽ നിന്നുള്ള രക്ഷ, കടഭാരത്തിൽ നിന്നുള്ള രക്ഷ, കുടുംബസമാധാനത്തിൽ നിന്നുള്ള രക്ഷ, പ്രശ്നങ്ങളിൽ നിന്നുള്ള രക്ഷ, ഇതൊക്കെയാണ് നാം പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടി വരുന്നത്. എന്നാൽ രക്ഷയ്ക്കായല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നു പറയുമ്പോൾ ആ രക്ഷ എന്താണെന്ന് ചോദിച്ചാൽ നിത്യനാശത്തിൽ നിന്നുള്ള രക്ഷ, പാപത്തിൽ നിന്നുള്ള രക്ഷ, മരണത്തിൽ നിന്നുള്ള രക്ഷ, അതാണ് യഥാർത്ഥത്തിലുള്ള രക്ഷ. ക്രിസ്തു യേശുവിലൂടെ നിത്യജീവനെ പ്രാപിക്കുന്ന രക്ഷ, അതാണ് യഥാർത്ഥ രക്ഷ എന്ന് പറയുന്നത്. ബാക്കി രക്ഷകളൊക്കെ ഇഹലോകം കൊണ്ട് അവസാനിച്ചു പോകുന്ന രക്ഷയാണ്. എന്നാൽ യഥാർത്ഥ രക്ഷ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വീണ്ടും ജനിച്ച് ദൈവരാജ്യത്തിന്റെ അംശയായി തീരുന്ന ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന ആ അനുഭവത്തിലൂടെ ഊർന്നു വരുന്നതാണ് ആ രക്ഷ. ആ രക്ഷയാണ് സ്വതന്ത്രം ഇവിടെ പറയുന്നത്. സ്വതന്ത്രം. അപ്പം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്തിൽ രക്ഷയ്ക്ക് വിളിച്ചത്. ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അപ്പൊ നമ്മളെ രക്ഷയ്ക്ക് വിളിച്ചത് സുവിശേഷത്തിലൂടെയാണ്. സുവിശേഷം കേട്ടാലേ ആൾക്കാർ രക്ഷിക്കപ്പെടുള്ളൂ കേട്ടോ. അല്ലാതെ കടം മാറാൻ പ്രാർത്ഥിച്ചാലും രക്ഷിക്കപ്പെടത്തില്ല. രക്ഷിക്കപ്പെടുന്നത് സുവിശേഷം പറഞ്ഞ് അത് കേട്ട് യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ആ പാപമോചനത്തിന് വേണ്ടി നമ്മളെ തന്നെ കർത്താവിനെ സമർപ്പിച്ച് ആ തിരുരക്തത്താൽ കഴുകൽ പ്രാപിച്ച് രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവവേദിലായി ജീവിക്കുന്ന ജീവിതമാണ് രക്ഷ എന്ന് പറയുന്നത്. അല്ലാതെ പ്രാർത്ഥിച്ചത് കൊണ്ട് സ്തോത്രം രക്ഷ വരികയല്ല. ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതിലൂടെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും യേശു എനിക്ക് ഇഷ്ടമാണ്, യേശുവെ വിശ്വാസമാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആ കാര്യം സാധിപ്പാനുള്ള. എന്നാൽ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുക, ദൈവവേദിലായി തീരുക എന്നുള്ളതാണ് ദൈവരാജ്യത്തിന്റെ നമ്മളെ പറ്റിയുള്ള ആഗ്രഹം. ആ ദൈവരാജ്യത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി, ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ നടക്കുന്നത്. ചിലർ അത്ഭുതങ്ങളിൽ മാത്രം വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ ദൈവത്തെ ഞങ്ങൾ അറിയുന്നു. നോ, ദൈവം ആഗ്രഹിക്കുന്നത് ദൈവപുത്രനായ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ നിത്യജീവന്റെ പദവിയിലേക്കും ദൈവമക്കൾ എന്ന പദവിയിലേക്കും കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നത്. ഓക്കെ, എനിവേ, എന്തായിരുന്നാലും ഈ സമ്മിശ്ര കൂട്ടങ്ങൾ നിറഞ്ഞതാണ് ക്രിസ്തീയ ലോകം എന്ന് പറയുന്നത്. സ്തോത്രം. ചിലർ ഭൗതിക രക്ഷയ്ക്കായി വരുന്നു, ചിലർ ആത്മാവിന്റെ രക്ഷയ്ക്കായി വരുന്നു. ആത്മാവിന്റെ രക്ഷയ്ക്കായി വന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർ ഇളകിപ്പോകത്തില്ല, പതറിപ്പോകത്തില്ല. പ്രതിസന്ധികളുടെ മധ്യത്തിൽ അവർ തളരാതെ അവർ പിടിച്ചു നിൽക്കും. ചിലർ കാര്യസാധ്യങ്ങൾ കഴിയുമ്പോൾ അവർ ദൈവത്തെ വിട്ടകലുകയും വിശ്വാസം നടത്തിയവരുടെ അരികിൽ വരാതെയും കൂട്ടായ്മയിൽ നിന്ന് നന്മകളൊക്കെ പ്രാപിച്ച് അകന്നു പോവുകയും പിന്നീട് ആ ഭാഗത്തോട് തിരിഞ്ഞു നോക്കാതെയും കുറ്റം പറഞ്ഞും നടക്കും. കാരണം അവർ വന്നിരിക്കുന്നത് സ്തോത്രം അവരുടെ ഭൗതിക ആവശ്യങ്ങൾക്കായിരുന്നു. ആത്മാവിന്റെ രക്ഷയ്ക്ക് വന്നവൻ ആരെയും കുറ്റം പറഞ്ഞ് നടക്കത്തുമില്ല, ആരും മാറി നടക്കത്തുമില്ല. സ്വന്തം പരിഭവവും കാണിക്കത്തില്ല, പിണക്കവും കാണിക്കത്തില്ല. അവൻ യഥാർത്ഥത്തിൽ ദൈവത്തെ കണ്ടവനാണ്. അപ്പോൾ അവൻ ഒരിക്കലും ആരെയും തള്ളിപ്പറയുകയോ ദൈവത്തെ തള്ളിപ്പറയുകയോ സ്വതന്ത്രം വിശ്വാസം കെട്ടുപോകുകയോ നഷ്ടപ്പെട്ടു പോകുകയൊന്നും ചെയ്യത്തില്ല. സ്വതന്ത്രം.
ഇന്ന് പകൽ നമുക്ക് ഇവിടെ എടുത്ത വചനഭാഗത്തിന്റെ ആധാരം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ എന്നുള്ളതാണ്. അപ്പൊ രക്ഷയ്ക്കായി നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വം പ്രാപിപ്പാനാണ്. ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് എങ്ങനെ? പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ, സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് സമത്വം മുറുകെ പിടിക്കാതെ, താൻ ദൈവരൂപത്തിലിരിക്കെ ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഈ താഴ്ന്ന ലോകത്തേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ ഏറ്റവും മഹത്വകരമായ ഒരു പ്രത്യേകത. സ്വതം സർവശക്തനായ ദൈവം. അടുത്ത ദൈവത്തിന്റെ ഏറ്റവും മഹത്വകരമായ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, അവൻ മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത് ഭാഗത്ത് മഹത്വത്തിൽ, അതെ സ്വതം തേജസ് അണിയപ്പെട്ടവനായി മഹത്വവാനായി പിതാവിനോടൊപ്പം വാസം ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത ഏറ്റവും വലിയ മഹത്വീകരിക്കപ്പെട്ട തേജസ്കരിക്കപ്പെട്ട അനുഭവം. ഇന്ന് പകൽ ആ മഹത്വത്തിലേക്കാണ് നമ്മെ വിളിച്ചത്. വേഷത്തിൽ മനുഷ്യനായി താഴ്ന്ന ലോകത്തേക്ക് വന്ന ദൈവം തമ്പുരാൻ മരിച്ച് പാപമോചനത്തിന്റെ പരിഹാരക്രിയകളെ നടത്തി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ മഹിമാസന്നിധിയിൽ തേജസ്സോടെ വസിക്കുന്ന ആ പുത്രന്റെ മഹത്വമാണ് എന്ന് പറഞ്ഞാൽ ആ മഹിമാസന്നിധിയിൽ ആ മഹിമാസന്നിധിയിലിരിക്കുന്ന പുത്രന്റെ മഹത്വം, ആ ദൈവരൂപത്തിലിരിക്കുന്ന പുത്രന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ അവൻ ദൈവമാണ്. ആ ദൈവത്തിന്റെ മഹത്വം അണിയപ്പെടുക, നമ്മളെയും കർത്താവ് തിരഞ്ഞെടുത്ത് സ്തോത്രം യോഗ്യരല്ലാഞ്ഞ് നമ്മളെ ദൈവത്തിന്റെ മഹത്വം അണിഞ്ഞ് പിതാവിന്റെ മഹിമാസന്നിധിയിലേക്ക് കൊണ്ട് നിർത്തുന്ന ആ മഹത്വം, പുത്രൻ നിൽക്കുന്ന പോലെ നമ്മളെ അവിടെ നിർത്തും. അതാണ് ആ മഹത്വം. പുത്രന്റെ ആ മഹത്വം നമ്മെ അണിയിക്കാനാണ് രക്ഷിച്ചതെന്നാണ് പറഞ്ഞത്. നമ്മൾ യോഗ്യരല്ലായിരുന്നു, നമ്മൾ പുറംപുറമേ കിടന്നവരായിരുന്നു, കുഴഞ്ഞ ചേറ്റിൽ കിടന്നവരായിരുന്നു, പാപികളായിരുന്നു, ദോഷികളായിരുന്നു, നിത്യനാശത്തിന്റെ ഓഹരിക്കാരായിരുന്നു. ആ നമ്മളെ പുത്രന്റെ മഹത്വം അണിയിപ്പിക്കാൻ വേണ്ടിയ സുവിശേഷം പറഞ്ഞത്. സുവിശേഷം പറഞ്ഞ് കേട്ട് രക്ഷിക്കപ്പെട്ട നിങ്ങൾ പിതാവിന്റെ മഹിമാസന്നിധിയിൽ പുത്രനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ നമ്മളെ യോഗ്യരാക്കി ആ മഹത്വം, പുത്രന്റെ മഹത്വം അണിയിക്കാനായിരുന്നു നമ്മളെ രക്ഷിച്ചതെന്നാണ് പറഞ്ഞത്. പുത്രൻ എങ്ങനെയാണ് പിതാവിന്റെ സന്നിധിയിലായിരിക്കുന്നത്? പുത്രൻ എന്ത് അവകാശത്തോടെയാണ് ആയിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ അധികാരപൂർണതയോടെ പ്രാപ്തിയോടെ തിരിച്ചെടുത്ത തേജസ്കരിച്ച പിതാവിന്റെ മഹിമാസനയിൽ പുത്രന് കൊടുത്ത പദവിയെ പോലെ തന്നെ പിതാവിനോട് ചേർന്ന് വസിപ്പാനുള്ള ആ മഹത്വീകരിക്കപ്പെട്ട അനുഭവമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് രക്ഷയ്ക്കായി ഇന്ന് കടന്നു വന്നവരെല്ലാം തൽക്കാലമായി ഇവിടെ രക്ഷ പ്രാപിപ്പാനോ രോഗക്കിടക്കയിൽ നിന്ന് മാറാനോ കടം മാറാനോ വന്നവരല്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പിതാവ് പുത്രനെ മഹത്വീകരിച്ചിരിക്കുന്ന പോലെ ആ പുത്രന്റെ മഹത്വം നമ്മളും അനുഭവിപ്പാൻ, അതുപോലെ മഹത്വീകരിപ്പാൻ, പുത്രനെ പോലെ നമ്മളെയും തേജസ്കരിച്ച് മഹത്വീകരിച്ച് പിതാവിന് മഹിമാസനയിൽ നിർത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് പകലിനൊക്കെ പ്രഭാതത്തിൽ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയാം, ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ അണിയിക്കുവാനാണ് നമ്മളെ രക്ഷയ്ക്കായി വിളിച്ചത്. ദൈവമഹത്വം അണിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ആയിരിക്കുന്നതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. പിതാവിന്റെ മഹിമാസന്നിധിയിൽ ആ മഹത്വം അണിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ പുത്രന്റെ മഹത്വം ഈ ഭൂമിയിൽ നമുക്ക് കാണുവാൻ കഴിയും. പിതാവേ, അങ്ങയുടെ നാമം എന്നിൽ മഹത്വം എടുക്കണമേ. കല്ലറവാതിക്കൽ നിന്നുകൊണ്ട് പറയുകയാണ് മരിച്ചവനെ ഉയർപ്പിക്കുമ്പോൾ, അതിപ്പോ ക്രിസ്തുവിൽ മഹിമപ്പെട്ടതുപോലെ നിങ്ങളിലും ആ മഹത്വം മഹിമപ്പെടുവാനിടയായി തീരും. നിങ്ങളിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാൻ, പുത്രന്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് നിങ്ങളും പുത്രന്റെ മഹത്വത്തിൽ, ഇങ്ങനെ അതല്ലേ പറഞ്ഞത്, കർത്താവ് യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം, കർത്താവായ യേശു ക്രിസ്തു ലാസറിനെ ഉയർപ്പിച്ചു പിതാവെ മഹത്വപ്പെടണം പുത്രനിൽ എന്ന് പറഞ്ഞത് അതേപടി സംഭവിച്ചു. നിങ്ങൾ എന്ത് യാചിച്ചാലും പുത്രന്റെ നാമം മഹത്വപ്പെടാൻ പിതാവ് ചെയ്തു തരുമെന്ന് പറഞ്ഞ് പുത്രന്റെ നാമം നമ്മളിലൂടെ മഹത്വപ്പെടുക. എങ്ങനെയാണ് മഹത്വപ്പെടുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികളെ സൗഖ്യമായിക്കൊണ്ട്, നിങ്ങൾ സ്വതന്ത്രം വ്യക്തികളോട് സുവിശേഷം പറയുമ്പോൾ രക്ഷിക്കപ്പെട്ടുകൊണ്ട് ദൈവമഹത്വം നിങ്ങളിലൂടെ, പിതാവ് പുത്രന് നൽകിയ മഹത്വം നമ്മളിലും ആ മഹത്വം അതെ അനുഭവിപ്പാനിടയായി തീരും. അതെ, ദൈവത്തിന്റെ മഹത്വം ഈ ഭൂമിയിൽ ദൈവം എങ്ങനെ മഹത്വം വെളിപ്പെടുത്തിയോ ആ മഹത്വം നമ്മളിലും വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കണം. കണ്ണുനീരും പട്ടിണിയും ദുഃഖവും പരിഭവങ്ങളും പറഞ്ഞു, കുറ്റവും പറഞ്ഞു, വഴക്കടിച്ച് ഏഷണിയും കുശുമ്പുമായി നാം ജീവിക്കുക, അല്ലെങ്കിൽ നരകതുല്യമായ പല്ല് കടിച്ചിറുമിയ ഒരു ജീവിതമല്ല. പുത്രനെ പോലെ രാജകീയമായി ഈ ഭൂമിയിൽ ദൈവരാജ്യത്തെ ഉറപ്പിക്കുന്ന അത്ഭുത പ്രവൃത്തികളെ ചെയ്തുകൊണ്ട് പിതാവിന്റെ മഹത്വം വെളിപ്പെടുത്തിയ പോലെ നമ്മളും ഈ ഭൂമിയിൽ പുത്രനിലൂടെ നമ്മുടെ മഹത്വം, പുത്രന്റെ മഹത്വം നമ്മളിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ട് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ അടയാളമായി തീരുവാനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളിലൂടെയും ദൈവമഹത്വം പുത്രന്റെ മഹത്വത്തിനായി വിളിച്ചിരിക്കുക, പുത്രനെ മഹത്വപ്പെടുത്തിയ പോലെ മഹത്വപ്പെടുത്താൻ വിളിച്ചിരിക്കുക. നിങ്ങളെയും മഹത്വപ്പെടുത്തും. നിങ്ങൾ ചെല്ലുന്നിടത്ത് ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങൾ കാൽ വയ്ക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ പറയുന്ന വ്യക്തികൾ വിടുവിക്കപ്പെടും. നിങ്ങൾ കൈവെക്കുന്നവർ സൗഖ്യമാകും. നിങ്ങളൊരു പുത്രന്റെ മഹത്വത്തെ വഹിക്കുന്ന മഹത്വത്തിന്റെ ക്യാരിവാഹകരാണ് നിങ്ങൾ ഓരോരുത്തരും, ഞാനും. അതുകൊണ്ട് നമ്മളെ രക്ഷയ്ക്കായി വിളിച്ചിരിക്കുന്നത് സ്തോത്രം ആ മഹത്വത്തെ ചുമക്കുവാനായിട്ട്, ആ മഹത്വത്തിനായി നമുക്ക് സമർപ്പിക്കും. അതുകൊണ്ട് ആ ദൈവമഹത്വം ചുമക്കുന്ന നിങ്ങൾ സ്തോത്രം കരഞ്ഞും കണ്ണുനീരും വിലവും നിരാശയും പറഞ്ഞ് നടക്കേണ്ടവരാണ് അല്ല. ഇന്ന് ദൂരെ കളയണം, വലിച്ചെറിയണം, നിരാശയോട് പോകാൻ പറയണം, ഭാരത്തോടും കണ്ണുനീരോടും വിട്ടു പോകാൻ പറയണം. സ്തോത്രം.
പിശാചെ തന്ത്രവും നടക്കത്തില്ല, ഞാൻ മഹത്വവാഹകനാണെന്ന് പറയണം. പുത്രന്റെ മഹത്വം അതനുഭവിപ്പാൻ എന്നെ രക്ഷയ്ക്കായി വിളിച്ചിരിക്കുന്ന ആ മഹത്വത്തിലാണ് ഞാൻ നടക്കുന്നത് എന്ന് പറയണം കേട്ടോ. ആ മഹത്വത്തിന് മുമ്പിൽ പിശാച് ലജ്ജിച്ചു പോയില്ലേ? പുത്രന്റെ മഹത്വത്തിന് മുമ്പിൽ അവനെ പരീക്ഷിച്ചു, അവിടെ ലജ്ജിച്ചു പോയി. മരുഭൂമിയിൽ അവനെ പരീക്ഷിച്ചു, അവിടെ ലജ്ജിച്ചു പോയി. അവനടുത്ത് പിശാച് ഇളക്കിയ സകല വിളച്ചിലുകളും പരാജയപ്പെട്ടു പോയി. എന്നിട്ടോ പിശാച് കെട്ടിയ കെട്ടുകളെ അവൻ അഴിച്ചു. അതാണ് പുത്രനിലെ മഹത്വം. ആ മഹത്വം നമ്മളിൽ നിന്ന് തന്നിരിക്കുന്നത്. നമ്മളിലൂടെ അഴിക്കും പിശാചിന്റെ പ്രവൃത്തികളെ കേട്ടോ. അതുകൊണ്ട് ധൈര്യമായിട്ട് നിൽക്കുക. ഞാൻ ബന്ധിക്കപ്പെട്ടെ എന്നും പറഞ്ഞിരുന്ന് വിലപിക്കാതെ സകല ബന്ധനവും അഴിക്കാനാണ് നിങ്ങളെ കർത്താവ് നിർത്തിയിരിക്കുന്നത് കേട്ടോ. ഒരു കെട്ടുമില്ല, ഒരു പുള്ളിയില്ല. എന്തെങ്കിലും കെട്ടുണ്ടെന്ന് നോക്കിയാൽ നിങ്ങൾ എന്നെ വിളിച്ചോ, ഞാൻ ആ കെട്ട് ഇപ്പൊ തന്നെ അഴിയും. അത്രേ ഉള്ളൂ. നമ്മുടെ മേലെ ആ മഹത്വം നിലനിൽക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും ഭാരം ഉണ്ടെന്ന് പറഞ്ഞാൽ ചോന്നുകൊണ്ട് നടക്കാതെ വിളിച്ചോ. നമുക്ക് ആ ഭാരം ക്രിസ്തുവിൽ ഇറക്കി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വതന്ത്രമാകാം. ആ മഹത്വം നിങ്ങൾക്ക് അനുഭവിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പകൽക്കാലം പുത്രന്റെ മഹത്വം ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന്റെ മഹത്വം അണിയാണ്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹമായി നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഇതിനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിക്കണം. കൃപയുടെ കരങ്ങളിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ, അത്ഭുതമാക്കി മാറ്റണമേ. കർത്താവ് ഞങ്ങളുടെ മഹത്വം ഞങ്ങളിലൂടെ കാണണമേ. ഞങ്ങളുടെ ചുറ്റോട്ടുള്ള വ്യക്തികളിൽ ആ മഹത്വം അണിയിക്കണമേ. കർത്താവിനെ കേൾക്കുന്നവരുടെ പ്രശ്നങ്ങളുടെ മേൽ ദൈവത്തിന്റെ മഹത്വത്തെ ഞാൻ അയക്കുക. അവരുടെ കെട്ടുകളെ അഴിക്കുകയാണ്, സമാധാനത്തെ കൽപ്പിക്കുകയാണ്. അനുഗ്രഹം സമ്പൂർണ്ണമായൊരു ദിനമാക്കി പലതരണം. പോകുന്നിടത്തൊക്കെയും ക്ഷയം പ്രാപിപ്പാൻ കർത്താവ് കൃപ നൽകണം. ഉള്ളംകരങ്ങളിൽ നൽകുകയാണ്. നല്ല ബന്ധങ്ങളെ ചേർത്ത് നിർത്തണം. കണ്ണുനീരോടെ കർത്താവ് പ്രാർത്ഥിക്കുന്നവർക്ക് ആശ്വാസം വിടുതലും അയക്കണമേ. പ്രതികൂലങ്ങളിൽ നിൽക്കുന്നവരെ അതിൽ നിന്ന് മറികടപ്പാനുള്ള കൃപ പകരണമേ എന്ന് പ്രാർത്ഥന തൃക്കരങ്ങളിലേക്ക് തിരികെയാണ്. പിതാവ് പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരും ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം. ഇന്നലെ മോർണിംഗ് പ്രയർ ചെയ്യാൻ പറ്റില്ല. ഇന്നലെ ചില തിരക്കുകളുണ്ടായിരുന്നു. ഇന്നലെ ഒരു ബാപ്റ്റിസം ഉണ്ടായിരുന്നു. വെളുപ്പിന് നമ്മൾ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. ഒരു അനുഗ്രഹപ്പെട്ട ഒരു സ്നാന ശുശ്രൂഷ ചെയ്യുവാൻ ഇന്നലെ ദൈവം സഹായിച്ചു. അതുപോലെ അനേക അത്ഭുതങ്ങളെ ദൈവം ഓരോ ദിവസവും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നടത്തുകയാണ്. ഇന്ന് പകലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയമുള്ള ഒരു 10 മണിക്ക് ശേഷം എങ്ങനെയാകുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒന്നുമില്ല, പിശാച് ലജ്ജിച്ചു പോകും. നിങ്ങൾ ഉദ്ദേശിച്ച വിഷയങ്ങൾ നിങ്ങൾ ജയത്തോടെ തല ഉയർത്തി നോക്കും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ലവ് യു ഡിയർ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.